അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ മിസ് ഷാജഖാൻ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തോട്ട് പോകാനാട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയനും വരുന്നുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ എൻ്റെ കൊച്ചാപ്പയുടെ വീട്ടിലേക്ക് പോവാണ്. നാളെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് കം നിക്കാഹ് സെറമണിയാണ്. അപ്പം ഞങ്ങൾ അതിനായിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞാനിപ്പോൾ കൊട്ടിയത്താണുള്ളത്. കൊട്ടിയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പം ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയാവാൻ പോവാണ്. ആമിയെ ഞാൻ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി താഴെ നിർത്തിയിട്ടുണ്ട്. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊന്ന് ഫ്രഷ് ആകാനായിട്ട് പോവാണ്. പിന്നെ അവർ പുനലൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്. എൻ്റെ ഉമ്മയും പാപ്പയും അനിയനും പുനലൂരാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ അവിടുന്ന് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ റെഡി ആയിരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഇതാ ആമിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പോവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ബ്രദർ കേട്ടോ. ബാക്കിൽ ഉമ്മയുണ്ട്, ആമി ബാക്കിലാണ് കേട്ടോ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ചെന്നതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിൽ ഡ്രസ്സ് കൊടുക്കാൻ പോയി. പിന്നെ ചെറുക്കന് മധുരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു. പിന്നീട് അവിടെ ഡാൻസായി, പാട്ടായി, ഞങ്ങളൊക്കെ ഒപ്പനയൊക്കെ കളിച്ചു കേട്ടോ. എല്ലാവരും കസിൻസ് എല്ലാം ഒരേ വൈബായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നേരത്തെ ഡാൻസ് കളിച്ചു. എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല വൈബായിരുന്നു. അവരെല്ലാവരും ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അവിടെ ചെന്നതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫുൾ തിരക്കായിരുന്നു. അത് മാത്രമല്ല, മോള് കുറച്ച് ദിവസങ്ങളായി കുറച്ച് ഫങ്ഷൻസിനൊക്കെ പോയിട്ട്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരെല്ലാവരും കൂടി കണ്ടപ്പോഴത്തേക്കും ആൾ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഓക്കെ ആയി. പിന്നെ നമ്മൾ അവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് പോയിരുന്നു. ഇത് കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ താമസിച്ചു. പിന്നെ നമ്മൾ പയ്യന് മധുരം കൊടുപ്പും പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഫുൾ ഓണായിരുന്നു. ആ വീഡിയോസൊക്കെ ഞാൻ ഈ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ മോള് ഇപ്പോഴും രാത്രി വീട്ടിൽ വന്നതിന് ശേഷവും ഫുൾ ഓണായിരിക്കുകയാണ്. ഫുൾ കളിയും അവളെ ടോയ്സൊക്കെ വെച്ച് ഫുൾ കളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ ആണ് നിക്കാഹ്. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.